ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പുതിയ ഐറ്റമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇതാട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? ചക്ക. അപ്പം നമ്മൾ ചക്കച്ചോളൊക്കെ നന്നായി വൃത്തിയാക്കി എടുത്തൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ജാറിലേക്ക് ഇതെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഇതെന്തായിട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് പാൽപ്പൊടിയാണ് നമ്മൾ പിന്നെ അതിലേക്ക് ചേർക്കുന്നത്. ഞാനൊരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് കുറുകുറു രൂപത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. അതിന് നമ്മൾ നന്നായി അതൊന്ന് അടിച്ചെടുത്തു. അപ്പോൾ ഇതാണ് നമുക്ക് അടിച്ചു കിട്ടിയ പരുവം എന്ന് പറയണത്. ഈ ഒരു ഇതിൽ നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം എന്താണെന്ന് നോക്കിയാലോ. നമുക്ക് അണ്ടിപ്പരിപ്പ് വേണം, ബദാം വേണം, ഈത്തപ്പഴം വേണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാതും നന്നായി നല്ല രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഫില്ല് ചെയ്യണമെന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മളൊരു ചെറിയ ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട്. പാൽപ്പൊടി, അതേപോലെ തന്നെ അതിലേക്ക് ഒരു കുറച്ച് പഞ്ചസാരയും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മളതൊന്ന് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. നമുക്കിത് ആവശ്യമുണ്ട്. നമുക്കതൊന്ന് സെറ്റാക്കി അവിടെ മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മളിതാ ഈ ഒരു ഇതിലാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച നമ്മൾ ചക്കര മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കുറച്ച് കേട്ടോ, ആദ്യത്തെ ഒരു കുറച്ച് ഭാഗം ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത മിക്സില്ലേ, അത് നമ്മൾ അതിലേക്ക് ചേർക്കുക. അതൊരു കുറച്ച് അതിലേക്ക് ഒന്ന് മേലെ ഫില്ല് ചെയ്യണ രീതിയിൽ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളവിടെ അരിഞ്ഞ് വെച്ച ഈത്തപ്പഴം അത് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ബദാം അത് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് അതും ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലേക്ക് വീണ്ടും നമ്മൾ ആ ഒരു പാൽപ്പൊടിയും പഞ്ചസാരയും കൂടിയുള്ള മിക്സ് അത് നന്നായി അതിൻ്റെ മേലേക്ക് അതൊന്ന് ഫില്ല് ചെയ്യണ രീതിയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ മേലെ ഫസ്റ്റ് നമ്മൾ ചക്ക വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന മിക്സ് ചേർത്ത് കൊടുത്ത് ഫില്ല് ചെയ്യുക. അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഡെക്കറേഷൻ എന്ന രീതിയിൽ അതിൻ്റെ മേലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ല് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാതും ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മളിത് അവിടെ എല്ലാതും ഫില്ല് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി ഐറ്റമാണ്. കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കണ്ടോ, എല്ലാ സൈഡും ഫില്ല് ചെയ്ത് കാണാൻ തന്നെ എന്തൊരു രസമാണല്ലേ. അടിപൊളിയാണ്, ടേസ്റ്റിലും സൂപ്പറാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഇനി മൂടി വെച്ച് അടിപൊളിയായി മൂടി വെച്ച് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മൂടി വയ്ക്കാം. അങ്ങനെ ഓരോന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതൊക്കെ എല്ലാതും ഒന്ന് കവർ ചെയ്ത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിത് ഫ്രീസ് ചെയ്യാൻ വെക്കലാണ്. അപ്പോൾ നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് മൂടി വെച്ച്, അപ്പോൾ ഇതാണ് നല്ല അടിപൊളിയായിട്ടില്ലേ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. പിള്ളേർക്കൊക്കെ ഈ വെക്കേഷനിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ്. അപ്പോൾ നമുക്കിനി അത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഒരു 2-3 hours നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഭയങ്കര ഭദ്രമായി വെച്ച് നമ്മളത് ഫ്രീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2-3 മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം ഇതിൻ്റെ എന്തായി ഇതിൻ്റെ ഒരു ലെവൽ എന്നുള്ളത്. അപ്പോൾ 2-3 hours നമ്മൾ അത് ഫ്രീസ് ചെയ്തതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വാവ്, നോക്കിയേ എന്ത് അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഐറ്റം. നമ്മൾ വിചാരിച്ച പോലെ കറക്റ്റായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അതിലെ നട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.